ഭൂമിയിൽ സമ്മർ, വിന്റർ എന്നൊക്കെ പറയുന്ന സീസൺ ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ ഭൂമിയിൽ ചൂട് കൂടുതലുള്ള ദിവസം, തണുത്ത ദിവസം എന്നൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണോ എന്ന ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ, ഇത് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അതുകൊണ്ട് കുറച്ചു കാലം ഒരു 6 മാസത്തോളം നമ്മൾ സൂര്യൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നല്ല ചൂടായിരിക്കും. സമ്മർ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കാലം വിട്ട് നിൽക്കുമ്പോൾ നല്ല വിൻ്റർ ആയിരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രമല്ല. ഒരു നക്ഷത്രമാണ്, പക്ഷെ അത് കത്തുന്നില്ല. കത്തുക എന്ന പ്രോസസ്സ് നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ, അത് മലയാള ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. കത്തുക എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ കമ്പഷൻ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് ടേം. കമ്പഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഏതൊരു വസ്തുവും ഓക്സിജനുമായി കൂടി ചേർന്ന് കൃത്യമായ അളവിൽ ഓക്സിജനും കൃത്യമായ അളവിൽ അതിന് ചൂടും ഒക്കെ നൽകിയാൽ അത് നമ്മൾ ഈ പറയുന്ന തീ അല്ലെങ്കിൽ കത്തുക, പുകയുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ മലയാളത്തിൽ ജനറലി കത്തുക എന്ന് പറയുന്നത്. സൂര്യൻ കത്തുന്ന നക്ഷത്രമല്ല. സൂര്യനിൽ കത്താൻ വേണ്ടി ഓക്സിജൻ ഇല്ല. ഓക്സിജൻ വെച്ചിട്ടല്ല സൂര്യൻ ഇങ്ങനെ എന്താ പറയുക തിളങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ സൂര്യനിൽ ചൂടുണ്ടാവുന്നതിനുള്ള കാരണം ഇത് ഓക്സിജനുമായിട്ട് എന്തെങ്കിലും കത്തുന്നത് കൊണ്ടല്ല. അതിന് പകരം ന്യൂക്ലിയർ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്, ഫിഷൻ അല്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ട് ഒരു ഹീലിയം ആറ്റമായി മാറുന്നു. അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടെ വരുന്ന റേഡിയേഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന എനർജിയാണ് നമുക്ക് ഇവിടെ ചൂടായിട്ട് കിട്ടുന്നത്. അല്ലാതെ അവിടുന്ന് കത്തുന്നത് കൊണ്ടല്ല നമുക്കിവിടെ, അല്ലെങ്കിൽ സൂര്യൻ കത്തി നിൽക്കുന്ന ഒരു നക്ഷത്രമായതുകൊണ്ടല്ല നമുക്കിവിടെ ചൂട് കിട്ടുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, തെർമൽ ട്രാൻസ്ഫർ നടക്കുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. തെർമൽ കണ്ടക്ഷൻ, തെർമൽ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റ് വഴി മാത്രമേ സാധിക്കുള്ളൂ. അതായത് 2 പാർട്ടിക്കിൾസ്, ചൂടുള്ള 2 പാർട്ടിക്കിൾസ് തൊട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ, ഡയറക്റ്റായിട്ട് തൊട്ട് നിന്നാൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഒരു ചൂടുള്ള വസ്തു തൊടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചൂട് ട്രാൻസ്ഫർ ആവുന്നത് അല്ലെങ്കിൽ കൈമാറുന്നത് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് തെർമൽ കൺവെക്ഷൻ. അതായത് അതൊരു ഫ്ലൂയിഡിക് പ്രോസസ്സാണ്. ഫ്ലൂയിഡും ലിക്വിഡും രണ്ടാണ്. ദ്രാവക രൂപവും ഒരു ഫ്ലൂയിഡും എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് വെള്ളം ഒരു ഫ്ലൂയിഡാണ്, മണൽ സാൻഡ് ഒരു ഫ്ലൂയിഡാണ്. അതിന് വെള്ളത്തിൻ്റെതായ പ്രോപ്പർട്ടീസ്, അതിന് ഒഴുകാം. മണലിന് വെള്ളം പോലെ തന്നെ ഒഴുകാം എന്നുള്ളത് കൊണ്ട് അതൊരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഫ്ലൂയിഡിക് പ്രോസസ്സ് വഴി നടക്കുന്നതാണ് കൺവെക്ഷൻ. അതാണ് നമുക്ക് ചൂട് കാറ്റേറ്റു അല്ലെങ്കിൽ ചൂടുള്ള ആവി ഇങ്ങനെയൊക്കെ വരുന്നത് ഒരു ഫ്ലൂയിഡിക് പ്രോസസ്സ് വഴിയാണ്. അതിനെയാണ് തെർമൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ തെർമൽ ട്രാൻസ്ഫർ റേഡിയേഷൻ വഴിയും നടക്കാം. സൂര്യനിൽ നിന്നും തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നത് റേഡിയേഷൻ വഴിയാണ്. കണ്ടക്ഷനോ കൺവെക്ഷനോ നടക്കാൻ സൂര്യനും ഭൂമിയും തൊട്ടിരിക്കുകയല്ല. 2, സൂര്യൻ ഭൂമിയിൽ നിന്നും വളരെ ദൂരെയാണ്. ആ ദൂരത്തിനിടയ്ക്ക് സ്പേസ് മാത്രമേ ഉള്ളൂ. അതിൽ കൺവെക്ഷൻ നടക്കാൻ മാത്രം ഫ്ലൂയിഡിക് പ്രോസസ്സൊന്നും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിനിടയിൽ ഇല്ല. അപ്പോൾ റേഡിയേഷൻ വഴിയാണ് നമുക്ക് ശരിക്കും ചൂട് കിട്ടുന്നത്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഭൂമി 23.5 ഡിഗ്രി ടിൽറ്റിലാണ്, ചെരിഞ്ഞിട്ടാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ചെരിഞ്ഞ് വലം വയ്ക്കുമ്പോഴുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, 6 മാസം ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരധ്രുവം, അവിടെ കൂടുതൽ സൂര്യവെളിച്ചം കിട്ടും. അതിനുള്ള കാരണം അത് ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ റേസ് കിട്ടാനുള്ള സർഫസ് ഏരിയ ഭൂമിക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ 6 മാസം കിട്ടും. അത് സൂര്യനെ കറങ്ങി വരുമ്പോൾ ഇതേ പ്രോസസ്സ് സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും, ദക്ഷിണ ധ്രുവത്തിലായിരിക്കും. അത് കൂടുതൽ റേസ് ദക്ഷിണ ധ്രുവത്തിൽ കിട്ടും. ഓസ്ട്രേലിയയിൽ വിൻ്റർ ആയിരിക്കുമ്പോൾ കാനഡയിൽ സമ്മറാണ്, നേരെ തിരിച്ചും. അതിനുള്ള കാരണം ഈ ഭൂമിയുടെ ഈ ടിൽട്ടാണ്. ഈ ടിൽട്ട് ഉള്ളതുകൊണ്ട് കൂടുതൽ റേസ് നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ സർഫസ് ഏരിയ കിട്ടുന്നു. കൂടുതൽ സമയം സൂര്യനുമായിട്ട് ഉള്ള റേസ് കിട്ടാൻ സൂര്യനെ വലമിക്കുന്നതിനൊപ്പം തന്നെ ഭൂമിയും കറങ്ങുന്നുണ്ട്. കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ റേഡിയേഷൻ 6 മാസം ഒരു ഹെമിസ്ഫിയറിൽ കിട്ടുന്നതും പിന്നീടുള്ള 6 മാസം അടുത്ത ഹെമിസ്ഫിയറിൽ കൂടുതൽ റേസ് കിട്ടുന്നതും. അപ്പോൾ ഈ ഡിഫറൻസ് തന്നെ ശരിക്ക് സീസൺ ഉണ്ടാക്കാൻ കാരണമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം,
ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കൊണ്ടാണോ ഭൂമിയിൽ ചൂട് കൂടുന്നതും കുറയുന്നതും? അങ്ങനെ ശരിയായിരുന്നെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആകുമ്പോൾ ഭൂമി സൂര്യൻ്റെ അടുത്തായിരിക്കണ്ടേ? അങ്ങനെയല്ല. ഭൂമി സൂര്യനിൽ നിന്നും 3,00,000 മൈൽ ദൂരെ ആയിരിക്കുമ്പോഴാണ്. സാധാരണ ഓർബിറ്റിൽ, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ 3,00,000 കിലോമീറ്റർ ദൂരെ ആയിരിക്കുന്ന അപ്ഹീലിയൺ എന്നും പെരിഹീലിയൺ എന്നും പറയുന്ന 2 പൊസിഷനിലാണ് ശരിക്ക് ഓരോ ഹെമിസ്ഫിയറിൽ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നത്. ഭൂമിയിൽ നിന്നുള്ള സൂര്യനിലേക്കുള്ള ദൂരം കൂടുമ്പോഴാണ് ശരിക്ക് സമ്മർ ആവുന്നത്. അതിനുള്ള കാരണം കൂടുതൽ റേസ് കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലാതെ ദൂരവും ഇതുമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. താങ്ക് യു.